ല്ലോ വരുന്നത്. നമ്മൾ ചുമ്മാ കുറച്ച് സമയം നിങ്ങളിപ്പോൾ എത്രയോ പാലക്കാട് എവിടെയൊക്കെ സ്ഥലങ്ങളുള്ള ആളുകളാണ് നിങ്ങളൊക്കെ. അപ്പം നിങ്ങളെയൊക്കെ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റുന്നത് എങ്ങനെ? ഇതിനകത്ത് വന്നുകൊണ്ടല്ലേ കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും. നിങ്ങൾ എവിടെയൊക്കെ കിടക്കുന്നവർ, ഞങ്ങൾ എവിടെയൊക്കെ കിടക്കുന്നവർ, ഞങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടാനും നിങ്ങളെ ഞങ്ങൾക്ക് പരിചയപ്പെടാനും നമുക്കൊക്കെ ഫ്രണ്ട്സ് ആകാനും പറ്റിയ എന്തുകൊണ്ടാണ്? യൂട്യൂബ് ഉള്ളതുകൊണ്ടല്ലേ. വരുമാനം മാത്രമല്ലല്ലോ ലക്ഷ്യം, നല്ല കാര്യങ്ങൾക്കും ഇതൊക്കെ ഉപയോഗിക്കാമേ. എന്ത് പറ്റി ഒറ്റ ഓട്ടത്തിൽ അവിടെയും ഇരുന്നില്ല ഈ ജീവിതം എന്ന നാടകം. ഈ ലോകം എന്ന് അവസാനിക്കുമ്പോൾ അന്ന് മാത്രമേ ജീവിതം എന്ന നാടകത്തിന് ഒരവസാനം ഉണ്ടാകും. മാറുന്ന ലോകവും മറക്കുന്ന മനുഷ്യരുമല്ലേ ഈ ഭൂമിയിൽ. ആണോ ജെഫ്രീൻ ചെയ്തല്ലോ. സവാദ് ഹായ്. ജെഫ്രിൻ വൈക്കം വെല്ലൂര്. ഓക്കെ. വെല്ലൂര് അറിയാം. ഫർഹാന ഹായ്. ഫർഹാന ഇതിനു മുമ്പ് വന്നിട്ടുള്ളതല്ലേ? നിനക്ക് എന്നെ അറിയാമോ? ഇസ്മിയ ഫാത്തിമ. എനിക്കറിയത്തില്ല, അറിയാമെന്ന്. നിങ്ങളുടെ പാടാ. നിന്നോടാണ് ചോദിച്ചത്, എന്നോടല്ല ചോദിച്ചത്. ആരോടാ ചോദിച്ചടാ എനിക്കറിയാമെന്ന്? നിന്നോടായിരിക്കും. എനിക്കെങ്ങനെ അറിയാനാ ഫാത്തിമാനെ? ഫാത്തിമാനെ എനിക്കറിയാം. ഹായ്. മറ്റേ പാട്ടിനകത്തിന് ഫാത്തിമാനെ എനിക്കറിയാം. ഫർസാന ലൈക്ക്. താങ്ക് യു. ഇസ്മിയ ചേട്ടനോട് നിനക്ക് എന്നെ അറിയാടോന്ന്? അറിയാം. ഫാത്തിമാനെ എനിക്കറിയാം. നീ മറ്റേ കേട്ടിട്ടില്ലേ മറ്റേ പാട്ട്? സബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കൂടെ കൂടിക്കോണേ. കണ്ട ഓരോരോ കള്ളത്തരങ്ങൾ വെളിവരുന്നത്. ആരാണിക്കടാ നിനക്ക് എന്നെ അറിയോന്ന് ചോദിച്ചിരിക്കുന്നത്? നീ ഒരു കാര്യം മനസ്സിലാക്കണം ഷെംന. ഡാന്ന് വിളിക്കണമെന്നുണ്ട് അത്രയും അടുപ്പത്തോടെ എന്നെ വിളിക്കാൻ അധികാരമുള്ള ഒരാളാണ്. മനസ്സിലായില്ലേ? അത് നീ മനസ്സിലാക്ക്. അതാരാ? ഫാത്തിമ. അത് ഏത് ഫാത്തിമ? ഫാത്തിമ പറയട്ടെ ആരാന്ന്. സവാദ് മലപ്പുറമാണ് ഞാൻ. ആണോ? എനിക്ക് സബ് ചെയ്തു സവാദേ. നമ്മൾ പോയില്ലേ? അതൊന്നും പറയണ്ട. എവിടെയാ പോയത് മനുഷ്യ? എനിക്ക് ഇപ്പൊ അറിയണം എവിടെയാ പോയത്. എനിക്ക് ഇപ്പൊ അറിയണം. പറ മനുഷ്യ, എവിടെയാ പോയത് ഫാത്തിമയായിട്ട് നിങ്ങള്? ഫാത്തിമ പറയണ്ട വല്ല കാര്യമുണ്ട? ഇതൊക്കെ നമ്മുടെ മനസ്സിലിരുന്നാ പോരെ. എന്തിനാണ് ഇവളോട് പറയുന്നത്? ഇനി ഇവക്ക് അതിന്റെ കഥയൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? പോയ കാര്യങ്ങളൊക്കെ. നല്ലോണം ചിരിച്ച് കളിച്ചു പോയ ഞങ്ങളുടെ കുടുംബം തകർത്ത ഫാത്തിമ. നിങ്ങൾ ഫാത്തിമയായിട്ട് കളിക്കാൻ പോയിരിക്കുവായിരുന്നല്ലേ? ദേവരാജ് ആ പറഞ്ഞത് ശരിയാ. ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് ഉള്ളത് കൊണ്ടാണ് നമുക്കൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്നത്. സത്യമാണേ. ഇപ്പൊ നമ്മൾ എത്രയോ ഇപ്പൊ ഒരു ലൈവ് വെച്ച് കഴിഞ്ഞാല് എവിടെ നിന്നൊക്കെ ഗൾഫ് എവിടെ നിന്നൊക്കെ ആളുകൾ ഇതാകുന്നറിയാമോ? അപ്പം പല സ്ഥലങ്ങളിലുള്ള ആളുകൾ. അപ്പം എല്ലാവരും ചിലപ്പോൾ ഫാമിലി ആയിട്ടായിരിക്കും അവരിരുന്ന് കാണുന്നത്. അപ്പോൾ അവരെല്ലാവരും പരിചയപ്പെടും ആരൊക്കെയാണ് ഇവിടെ ഉള്ളവർ. ചിലരൊക്കെ വിളിച്ചിട്ട് ഗൾഫിലൊക്കെ എത്രയോ വർഷമായിട്ട് പോയിട്ട് നാട്ടിൽ വരാൻ പറ്റാതെയൊക്കെ ഗൾഫിൽ നിൽക്കുന്ന എത്രയോ പേരുണ്ടെന്നറിയാമോ? അവരൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കൊരു ഹായ് പറയും. ഇന്ന ആളെൻ്റെ മോള് നാട്ടിലുണ്ട്, മോളുടെ പേര് ഇന്നാണ്, അവർക്കൊരു ഹായ് പറയും. അതൊക്കെ നമ്മൾ പറയും. അവർ കാണുമ്പോഴത്തേക്ക് അവർക്കൊരു സന്തോഷം. ഇങ്ങനെ ഒരു കാര്യങ്ങളിൽ കൂടെ അല്ലേ നടക്കുന്നത്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്മിയ ഫാത്തിമ മറക്കണ്ട. പറയണ്ട കേട്ടോ ആരോടും. നമ്മുടെ ആരോടും പറയണ്ട. ഞാൻ വരുന്നുണ്ടോ ലക്കിയുമായിട്ട് നിന്നെ കാണിക്കാനായിട്ട്. എന്നെ അടിച്ചതേ ഒടിച്ചിട്ടേക്കോ. ഇനി നീ വാക്യം കൊണ്ട് ഒടിപ്പിക്കാനായിട്ടാണ് നിങ്ങൾ തുടങ്ങുന്നത്. എന്റെ കമന്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും. കുറച്ച് ലോങ്ങാ. ഓക്കെ നല്ല കാര്യം. ദേവരാജ് ഒരു ലവ് ഒക്കെ ഇട്ടുണ്ടല്ലോ. പിന്നെ ഉണ്ടല്ലോ സബ് ചെയ്യാത്ത ദേവരാജ് സബ് ചെയ്തായിരുന്നോ? ലൈക്ക് ചെയ്തായിരുന്നോ ലത്തീഫ്? ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നത്. ഇൻഷാ അല്ലാ വീണ്ടും ലൈവ് ഇടുമ്പോൾ എപ്പോഴെങ്കിലും കാണാമെന്ന് ഒരു വലിയ പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ വിടവാങ്ങുന്നു. ഈ ലൈവിൽ നിന്നും ബുദ്ധിമുട്ടിച്ചതിന് ശേഷം ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. നല്ല കമന്റ് ഇട്ടോ, ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങളുടെ കമന്റുകൾ സജ്ജാദ് ചിരി സൂപ്പറാണ്. സൂപ്പറാണല്ലോ. ദേവരാജ് എല്ലാം ആക്കിയിട്ടുണ്ടെന്ന്. താങ്ക് യു ദേവരാജ്. സജ്ജാദ് സബ് ചെയ്തോ ലൈക്ക് ചെയ്തോ? സജ്ജാദിന്റെ സബ് ലൈക്ക് ഒന്നും ഇവിടെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ടൈമിൽ ലൈവ് വരുന്നത്. ഇന്നിപ്പോൾ വീട്ടിൽ വന്നിട്ട് ഉറങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ്. അവിടെ ആണെങ്കിൽ ഞങ്ങൾ 9 മണിയാകുമ്പം ലൈവിൽ ഒരു മാക്സിമം 10 മണി കൊണ്ട് ഞങ്ങൾ ഒതുക്കും പരിപാടി. അതിനകത്ത് LJ വ്ളോഗ്സ്. ഹായ് LJ വ്ളോഗ്സ്. സുഖമായിട്ടിരിക്കുന്നോ?
എൽജെ എന്തുകൊണ്ട് വിശേഷം? ഞങ്ങൾ ഇന്നലെ പതിവിന് വിപരീതമായിട്ട് സബ് ചെയ്യാത്തവർ സബ് ചെയ്ത്